നമസ്കാരം. ഗൾഫ് മേഖലയിൽ വീണ്ടും യുദ്ധഭീതി വിതച്ച് ഇറാൻ പോരുമുറുകുന്നു. ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടിക്ക് മുതിർന്നാൽ ശക്തമായ തിരിച്ചടി നൽകാൻ രാജ്യം സജ്ജമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി വ്യക്തമാക്കി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ അന്ത്യശാസനത്തിന് പിന്നാലെയാണ് ഇറാന്റെ അടുത്ത പ്രതികരണം വന്നിരിക്കുന്നത്. ഭീഷണികൾക്ക് വഴങ്ങില്ലെന്ന് വ്യക്തമാക്കിയ അറാഗ്ചി അതേസമയം ഇരുപക്ഷത്തിനും പ്രയോജനകരമായ നീതിയുക്തമായ ആണവ കരാറിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും കൂട്ടിച്ചേർത്തു. ഇറാനെതിരെ കര, കടൽ, ആകാശം എന്നിങ്ങനെ ഏത് മാർഗത്തിലൂടെയുള്ള ആക്രമണം ഉണ്ടായാലും അതിവേഗവും കരുത്തുറ്റതുമായ മറുപടി ഉണ്ടാകുമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഞങ്ങളുടെ ധീരരായ സായുധ സേനാംഗങ്ങൾ ഏതു സാഹചര്യം നേരിടാൻ സജ്ജരാണ്. എന്നാൽ സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവ സാങ്കേതികവിദ്യ ഉപയോഗിക്കാനുള്ള ഇറാന്റെ അവകാശം സംരക്ഷിക്കപ്പെടണം. ബലപ്രയോഗങ്ങളില്ലാത്ത തുല്യ പരിഗണന ഉറപ്പാക്കുന്ന കരാറിനെ ഞങ്ങൾ എല്ലായ്പ്പോഴും സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേരത്തെ ഇറാനെതിരെ രൂക്ഷമായ മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഇറാൻ ഉടൻ ചർച്ചാ മേശയിലേക്ക് വരണമെന്നും ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിടണമെന്നുമാണ് ട്രംപിന്റെ ആവശ്യം. ഇറാൻ എത്രയും വേഗം ചർച്ചാമേശയിലേക്ക് വന്നില്ലെങ്കിൽ അതിൻ്റെതായ പരിണത ഫലങ്ങൾ ഉണ്ടാകുമെന്നും ട്രംപ് അന്ത്യശാസനം നൽകിയിരുന്നു. സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നും വൈകാതെ കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനെതിരെ കടുത്ത സൈനിക നടപടി ഉണ്ടാകുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി യുഎസിന്റെ കരുത്തുറ്റ കപ്പൽ വ്യൂഹം ഇറാൻ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന നിർണായക വെളിപ്പെടുത്തലും ട്രംപ് നടത്തിയിരുന്നു. മാത്രമല്ല, ഇറാനിൽ ഇന്നലെ അമേരിക്കയുടെ ഒരു ആക്രമണം ഉണ്ടായി എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും വന്നിരുന്നു. ന്യായവും നീതിയുക്തവുമായ ഒരു കരാറിന് ഇറാൻ എത്രയും വേഗം തയ്യാറാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞ അദ്ദേഹം നിലവിലെ സാഹചര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന സൂചനയാണ് ഇറാന് നൽകുന്നത്. ട്രംപിന്റെ പ്രസ്താവനയോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാധ്യത ഏറുകയാണ്. ഇറാനിലെ നിലവിലെ സാഹചര്യം അതീവ ഗുരുതരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ, തകർന്നടിയുന്ന സമ്പദ്വ്യവസ്ഥ, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനിക ഭീഷണി എന്നിങ്ങനെ മൂന്ന് വശങ്ങളുടെയും ഇറാൻ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. 2025 ഡിസംബർ അവസാനം മുതൽ ഇറാന്റെ 31 പ്രവിശ്യകളായി വ്യാപിച്ച വൻ ജനകീയ പ്രക്ഷോഭം ഇപ്പോഴും തുടരുകയാണ്. സാമ്പത്തിക തകർച്ചയിൽ തുടങ്ങിയ പ്രതിഷേധം പിന്നീട് ഭരണകൂട വിരുദ്ധ മുദ്രാവാക്യങ്ങളിലേക്ക് മാറുകയായിരുന്നു. മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ജനുവരിയിലെ പ്രക്ഷോഭങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ചില റിപ്പോർട്ടുകൾ ഈ സംഖ്യ 5000-ന് മുകളിലാണെന്ന് സൂചിപ്പിക്കുന്നു. അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം 30,000-ന് മുകളിൽ മരണസംഖ്യ ഉയർന്നതായും പറയപ്പെടുന്നുണ്ട്. വിവരങ്ങൾ പുറം ലോകം അറിയാതിരിക്കാൻ രാജ്യമൊട്ടാകെ കടുത്ത ഇന്റർനെറ്റ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇറാന്റെ കറൻസിയായ റിയാലിന്റെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. ഒരു $1 ഏകദേശം 14 ലക്ഷം റിയാൽ എന്ന നിലയിലേക്ക് വിനിമയ നിരക്ക് തകർന്നു. രാജ്യത്ത് പണപ്പെരുപ്പം 50%-ന് മുകളിലാണ്. ഭക്ഷണ സാധനങ്ങളുടെ വില 60%-ലധികം വർദ്ധിച്ചതോടെ സാധാരണക്കാർക്ക് റൊട്ടിയും മരുന്നും പോലും വാങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഇറാന്റെ എണ്ണ കയറ്റുമതിയെയും വരുമാനത്തെയും ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. 2025 ജൂണിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേലും യുഎസും ആക്രമണം നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായി ഇനിയും വ്യോമാക്രമണങ്ങൾ ഉണ്ടായേക്കാമെന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്.